നിങ്ങൾ ഇങ്ങനെ വിഷമത്തിലാക്കലും ജനങ്ങളെ കുറച്ച് നടന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടിയാലും ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. വലിയവർക്കുള്ള ഇടങ്ങാറ്, ചെറിയവർക്കൊന്നും കുഴപ്പമില്ല. കുറച്ച് ദിവസത്തിനല്ലേ എല്ലാവരും സഹിക്കല, എന്താ ചെയ്യാ? പണി ഒന്നായിക്കോട്ടെ, ഒരാഴ്ച 2 ദിവസം പാടെ കൂടിക്കോട്ടെ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കുറച്ച് ദിവസമായി പുരോഗമിക്കുകയാണ്. ഈ ഒരു നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് കുറച്ച് ദിവസമായി ഈ പ്രദേശത്ത് റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ മറ്റു പല റോഡുകളിലൂടെയാണ് നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ ആംബുലൻസ് ഉൾപ്പെടെ നിരവധിയായ വാഹനങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടെയാണ് ഈ ഒരു റോഡ്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രദേശത്ത് വന്നു പോകുന്നത്. നിലവിലുള്ള ഈ ഒരു അടച്ചിടൽ, നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു അടച്ചിടൽ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, അവരുടെ പ്രതികരണങ്ങളിലേക്ക്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കട്ട പതിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊരു അടച്ചിടലാണല്ലോ, വലിയ പ്രയാസമാണോ? പ്രയാസം തീർച്ചയായിട്ടും. ഒരാഴ്ചയാണ് ഇപ്പോൾ അടച്ചിടണമെന്നാണ് പറയണത്. പക്ഷേ ഒരാഴ്ച എന്നുള്ള 2 ദിവസം പാടെ നീണ്ടാലും കുഴപ്പമൊന്നുമില്ല. പണി വളരെ നന്നായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അതായത് ഇത് പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടന്നു പോകരുത് എന്നുണ്ട്. പണി ഒന്നായിക്കോട്ടെ, ഒരാഴ്ച എന്നുള്ള 2 ദിവസം പാടെ കൂടിക്കോട്ടെ. എന്തായാലും വർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വികസനം കൂടെയാണ്. പ്രയാസമുണ്ട്. ഞാൻ കാർ അവിടെ നിർത്തിയിട്ട് വന്നത്, പിന്നെ നടന്നു വരണം. ചുറ്റി വരണമെങ്കിൽ 15-20 കിലോമീറ്റർ ചുറ്റി വരണം എന്നാണ് പറഞ്ഞു കേട്ടത്. കുറച്ച് ദിവസത്തിനല്ലേ എല്ലാവരും സഹിക്കല, എന്താ ചെയ്യാ? ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രയാസമാണ്. കഴിയില്ലാത്തവർക്ക് വേറുള്ളവർക്കൊന്നുമില്ല. ചെറുപ്പക്കാർക്ക് ഇപ്പം എന്താ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വലിയവർക്കുള്ള ഇടങ്ങാറ്, ചെറിയവർക്കൊന്നും കുഴപ്പമില്ല. അടക്കാൻ കഴിയാത്തവർക്ക് ഇടങ്ങാറ് തന്നെ. ഇല്ല, ഇവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ. കുഴപ്പമില്ല, വരാനുള്ളൊരു ബുദ്ധിമുട്ട്. അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നടക്കലായിരുന്ന പ്രശ്നം തന്നെയാണ്. പ്രയാസമില്ല, കാരണം ഇത് മാസങ്ങളായിട്ട് ബ്ലോക്ക് ആയിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് കുറച്ച് നടന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടിയാലും ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. പിന്നെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുമെന്ന് വിചാരിക്കാം. നല്ല ബ്ലോക്കില്ലാതെ പോകാൻ വിചാരിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാതെ രക്ഷയില്ലല്ലോ. ഇങ്ങനെ നടക്കാൻ കഴിയൂലല്ലോ. നടക്കാൻ കഴിയാത്തവരൊക്കെ എന്താ ചെയ്യുക? ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആയാൽ തീരെ നടക്കാനും ഊരവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് ഒരടി നടക്കാൻ കഴിയണില്ല. ഭയങ്കര വിഷമമല്ല ഈ ഒരു. നിങ്ങളെന്താണ് ഇതിൻ്റെ ഈ ബ്ലോക്കൊന്ന് പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്കൊന്ന് സൗകര്യം ചെയ്ത് തരും. ഹോസ്പിറ്റൽ കേസൊക്കെയാണ്, ഇടങ്ങാറായിട്ട് പോവുകയാണ്. അല്ലാതെ വെറുതെ ഞങ്ങൾ പോവല്ലല്ലോ. നിങ്ങളിങ്ങനെ വിഷമത്തിലാക്കലും ജനങ്ങളെ. നല്ല വിഷമത്തിലാണ് ഞങ്ങൾ. ഈ നടക്കാൻ കഴിയാത്തവർക്കാണ്. ഒരു വണ്ടിയും ഓട്ടോറിക്ഷയും വരാൻ പറ്റൂല. എന്താ അപ്പം നിങ്ങളിങ്ങനെ ചെയ്യണത് ഞങ്ങളെ? ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും കാര്യം നടക്കട്ടെ ഭംഗിയായിട്ട്. ബുദ്ധിമുട്ട് കാര്യമില്ല. ഇതിലും കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ. ആ നിലയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല. മുന്നേ പാലമണിയർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. നല്ല പ്രയാസം എന്ന് പറയാൻ പറ്റില്ല. ഇതന്നെ അതിൻ്റെ അങ്ങേ അവസ്ഥയാണ്. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോവാണ്, സമയം തെറ്റി 26 മണിക്കൂർ വൈകി. ഇതുപോലുള്ള ഒരു അവസ്ഥ ഞാനിപ്പോൾ ഇതിൽ ആഴ്ചയിൽ വരുന്നുണ്ട്, ആഴ്ചയിൽ മീറ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾ, അവർക്കൊക്കെ സമയം തെറ്റിയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുമ്പോൾ അതിലൊരു ബദൽ സംവിധാനം നമ്മൾ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രാത്രി മാത്രം വർക്ക് ചെയ്യുക, ആ ഒരു സിസ്റ്റത്തിലാവേണ്ടിയിരുന്നു സംഭവം. നല്ല ബുദ്ധിമുട്ടായി. എനിക്കല്ല, പ്രായം ചെയ്യുന്ന ആൾക്കാർ, കുട്ടികളായിട്ട് വരില്ലേ, അവർക്കാണ് ബുദ്ധിമുട്ട്. നമ്മളെങ്ങനെ കുഴപ്പമില്ല. ഒരുപാട് പേര് പ്രായമുള്ളവർ നടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. റോഡ് പണി എന്താ പെട്ടെന്ന് തീർക്കാന്നൊക്കെ ജനങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് അധികം പോണ ഒരു കണ്ടമാനം നടക്കാണ്ട് എന്തിനാ ഇതിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ഒരാഴ്ചയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ ബൈപ്പാസ് വരട്ടെ, അതുവരെ അടക്കാം. നടപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പല ആൾക്കാർ, നമ്മൾ മാത്രമല്ല പല ആൾക്കാരും വന്നിട്ട് ഇതേമാതിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് മേൽപ്പാലത്തിൻ്റെ വീതിയില്ലായ്മയാണ്. ഇതിന് കട്ട വരച്ചുകൊണ്ട് ഇപ്പോൾ ബ്ലോക്ക് തീരില്ല, പാലക്കാലത്ത് പ്രശ്നം തീരുന്നുള്ളൂ. മേൽപ്പാലത്തിൻ്റെ ബ്ലോക്ക്, മേൽപ്പാലം വീതി കൂട്ടാണ്ടെന്ന് നിവൃത്തിയില്ല. രണ്ടും മേലോട് സഹകരിച്ചിട്ടേ വീതി കൂട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം. അത്രയുള്ളൂ പറയാൻ. അതാണ്
നല്ലതല്ലേ, ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇതിനാണ് പോയത്. അതെ, നടക്കുകയാണ് ആരോഗ്യത്തിന് നല്ലേ. ഇതിപ്പോ എന്താ ചെയ്യുക? പറയാനുള്ള കാരണം ഇത് കുറച്ച് കാലമായി. എന്നാലും ഇവിടെ വാഹന ഗതാഗതം തീരുമോ അതെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് എന്നെന്നുമായിട്ടുള്ള ഒരു പരിഹാരമാണ് കാണേണ്ടത്. തൽക്കാലം ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഓരോ ഒന്ന് പ്രായമായിട്ടുള്ളവരും ഒക്കെ ആവും, അവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് സ്ഥിരമായിട്ടുള്ള ഒരു പദ്ധതി അതാണ് നമ്മൾ കാണേണ്ടത്. അല്ല വെറുതെ നല്ല കാര്യമാണ്, ടൈൽസ് പതിക്കുന്ന നല്ല കാര്യമാണ്, തെറ്റല്ല ഞാൻ പറയും. പക്ഷെ എന്നാലും ഇതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരമാണ് കാണേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബുദ്ധിമുട്ട് നടന്നാലും ബുദ്ധിമുട്ട് എന്താ പറയുള്ളത്? നമ്മൾ ഈ മോളിൽ കൂടി പോകുമ്പോൾ കണ്ടില്ല, അപ്പോൾ കുഴി എന്താണെന്ന് കാണാൻ വന്നാണ്. ഇവിടുന്ന് വല്ല പാലക്കാട്ടേക്ക് ആളെ കിട്ടുകയാണെങ്കിലേ വിളിച്ചിട്ട് പോകേണ്ടി വന്നാൽ അവിടെ നിന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളേക്ക് നന്നാവില്ലേ, ഒരു സമാധാനമല്ലേ അത്. കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചാലും നിലവിലുള്ള ഗതാഗതക്കുരുക്കിന് ഉടൻ തന്നെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഇവിടെയുള്ള ഓരോ ജനങ്ങളും. നിലവിൽ ഈ ഒരു പ്രദേശത്ത് ദ്രുതഗതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷ ഉടൻ തന്നെ ഈ ഒരു ഗതാഗതക്കുരുക്കിന് നിർമ്മാണ പ്രവർത്തികൾ അവസാനിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ്. അങ്ങാടിപ്പുറത്തു നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.